ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വളരെ സിമ്പിളാവും അതേപോലെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫിഷ് ബിരിയാണി എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 kg നമ്മൾ പീസ് മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മീൻ ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ഒരു പീസ് മീൻ മാറ്റി വെക്കുന്നുണ്ട്. അത് ലാസ്റ്റ് എന്തിനാന്ന് വേണ്ടി പറയാം. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മസാലകൾ തയ്യാറാക്കിയെടുക്കാം. അധികം ഓവറായിട്ടുള്ള മസാല ചേർത്തിട്ടല്ല നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള മസാല ചേർത്തിട്ടാണ്. അപ്പോൾ മസാലയ്ക്ക് വേണ്ടി അവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഫിഷ് മസാല, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഒരു ബാറ്റർ രൂപത്തിൽ, അധികം കട്ടിയില്ലാത്ത, നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മസാല കൂട്ടില്ല, അതേപോലെ നമുക്കിത് കൂട്ടിയെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ മസാല കൂട്ടിയെടുത്തിട്ടുണ്ട്. മസാല കൂട്ടി ഫിഷ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇനി നമുക്ക് അടുത്തായിട്ടുള്ളത് റെസ്റ്റ് ചെയ്യാൻ വെക്കാമെന്നാണ്. അപ്പോൾ ഇത് എത്രത്തോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന അത്രയും ബിരിയാണി ടേസ്റ്റ് കൂടും. കാരണം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഫിഷിൽ നന്നായിട്ട് മസാല പിടിക്കും. ഞാനിവിടെ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ 1 മണിക്കൂർ ശേഷം ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫിഷ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് മൊരിച്ച് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫിഷ് ബിരിയാണിക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. മറ്റ് ബിരിയാണി തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണ സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഫിഷ് ബിരിയാണിക്ക് നമ്മൾ വെളിച്ചെണ്ണ ഏത് ഓയിലിനേക്കാളും നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോൾ ടേസ്റ്റ് കൂടും. അപ്പോൾ നമുക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം നമുക്ക് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി ടേസ്റ്റ് പോകും. ജസ്റ്റ് ഒന്ന് 2 ഭാഗവും ഒന്ന് വെന്ത് ഒരു ഫ്രൈ ആയി വന്നാൽ മതി. പിന്നെ നമുക്ക് ബിരിയാണിക്ക് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. മസാലയ്ക്ക് വേണ്ടി ഞാനിവിടെ 4 സവാള മീഡിയം സൈസ് കട്ട് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഈ സവാള വഴറ്റിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത ബാക്കി വന്ന ഓയിലുണ്ടല്ലോ, അതിന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് തന്നെ ഒരു 2-3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടീസ്പൂൺ നെയ്യും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് മുരിഞ്ഞ് ബ്രൗൺ കളർ ആവേണ്ട, ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആയാൽ മതി. അപ്പോൾ എനിക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ഏകദേശം ഒന്ന് വഴറ്റി വന്നപ്പോൾ അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ 4 പച്ചമുളക് എടുത്തിട്ടാണ് പേസ്റ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. അത് നന്നായി വഴറ്റി വന്നതിന് ശേഷം അതിലോട്ടൊരു 5-6 തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളി നമ്മൾ പേസ്റ്റും അതുപോലെ സവാള നന്നായിട്ടൊന്ന് കുക്കായി വരണം. അതിനുശേഷം ഇവിടെ ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഫിഷ് മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ ബിരിയാണി മസാല ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇവിടെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതിനാവശ്യമുള്ള മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം മസാലയ്ക്ക് നന്നായിട്ട് സവാളയിലും തക്കാളിയിലും ഒക്കെ നന്നായിട്ട് പിടിക്കണം. അതുകൊണ്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാല അത്യാവശ്യം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ളൊരു പീസ് മീൻ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാല നല്ലൊരു ഫിഷിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നന്നായി കുക്കായി വന്നതിന് ശേഷം ഞാൻ ഇതിലോട്ട് നമ്മൾ മൊരീച്ചെടുത്ത ഒരു സവാള ഒന്നുമില്ല, ഒരു പകുതി സവാള ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് തന്നെ 2 ടീസ്പൂൺ നമ്മൾ തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം പുളിയുള്ള തൈരാണ്, അതുകൊണ്ട് 2 ടീസ്പൂൺ ആഡ് ചെയ്തത്. അപ്പോൾ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1 ടീസ്പൂണൊക്കെ മതിയാവും. തീരെ പുളിയില്ലാത്ത തൈരാണെങ്കിൽ നമുക്കൊരു 3 ടീസ്പൂണൊക്കെ ആഡ് ചെയ്യാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മീനും അതിൽ കിടന്നിട്ട് നന്നായിട്ട് പീസ് മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലോട്ട് മസാലയുടെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള മീൻ ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 മീൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ള മീൻ ചേർത്ത് മസാല തയ്യാറാക്കിയെടുക്കാം.
അപ്പോൾ നമ്മൾ മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൈസ് തയ്യാറാക്കി എടുക്കുകയാണ്. മസാല ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ചോറ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു 4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു 2 ഗ്ലാസ് അരിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ടൊരു കറുവപ്പട്ട, ഒരു 4-5 ഗ്രാമ്പൂ, അതേപോലെ 2-3-4 ഏലക്കായി, നമ്മൾ സാധാരണ റൈസ് വെക്കുന്ന പോലെ തന്നെ ലെമൺ ജ്യൂസ്, അതേപോലെ സൺഫ്ലവർ ഓയിൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് പോലെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ജോക്കറാണ് അരി വന്നിട്ടുള്ളത്. നമുക്ക് ഏത് അരി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് ജോക്കറിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി അരിയാണ്. അപ്പോൾ എനിക്ക് ഈ അരിയുടെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വാങ്ങുന്ന ഒരു അരിയാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അടിപൊളി അരിയാണ് കേട്ടോ. അപ്പോൾ ഇനി വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലോട്ട് അരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി നന്നായിട്ടൊന്ന് കുക്കായി വന്നോട്ടെ. നമുക്കൊരു 70% അരി കുക്കായി വരണം. ബാക്കി ഉള്ളത് നമ്മൾ ദമ്മിടുമ്പോൾ അരി കുക്കായിട്ട് വരും. അരി നന്നായിട്ട് തിളച്ച് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ചോറിറക്കി വെച്ചിട്ട് ഞങ്ങൾ ഊറ്റിയെടുക്കുകയാണ്, വറ്റിച്ചെടുക്കുകയല്ല. എനിക്ക് വറ്റിച്ചെടുക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് ഉള്ള ഊറ്റിയെടുക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്ക് വറ്റിച്ച് നെക്സ്റ്റ് പോലെ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തയ്യാറാക്കാം. പക്ഷേ എനിക്ക് കുറച്ചും ടേസ്റ്റ് തോന്നിയത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഇറക്കി വെച്ചിട്ട് ദമ്മിടാം. അപ്പോൾ ദമ്മിടാൻ വേണ്ടി മസാല മുകളിൽ ഒരു ചെറിയ വാഴയില കഴുകി വാട്ടിയെടുത്തിട്ടുണ്ട്. വാട്ടി അതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ എല്ലാ ബിരിയാണി ദമ്മിടുന്ന പോലെ തന്നെയാണ് നമ്മളിവിടെ ബിരിയാണി ദമ്മിടുന്നത്. ഫിഷ് ബിരിയാണിക്ക് സെപ്പറേറ്റ് ദമ്മിങ്ങൊന്നുമില്ല. നമ്മൾ സാധാരണ എല്ലാ ബിരിയാണിയും ദമ്മിടുന്ന പോലെ ദമ്മിട്ടെടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് നമുക്ക് വറുത്തുള്ള ഓനിയനും അതുപോലെ തന്നെ നെയ്യും കുറച്ച് ഗരം മസാല പൊടി, അധികം ഡെക്കറേഷൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ കശുവണ്ടി പരിപ്പ് അതേപോലെ തന്നെ മുന്തിരിയൊക്കെ ചേർത്തെടുക്കാം. എനിക്ക് ബിരിയാണിയിലാവുന്ന ചേർക്കുന്നത് ഇഷ്ടമില്ല. എനിക്ക് സിമ്പിളായിട്ടുള്ള ബിരിയാണിയാണ് ഇഷ്ടം. പറഞ്ഞപ്പോൾ എനിക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. ഇതിപ്പോൾ നമുക്ക് സെക്കൻഡ് ലെയറും കൂടി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ സെക്കൻഡ് ലെയറും കൂടി തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ദമ്മിട്ടെടുക്കാം. ദമ്മിടാൻ വേണ്ടി ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രം കൂടി, ഇത് ബിരിയാണി ബോട്ടിലാണ്. ബിരിയാണി ബോട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നതുകൊണ്ട് ദമ്മിടാൻ വേണ്ടി ഞാനൊരു വലിയൊരു സ്റ്റീലിൻ്റെ പാത്രം വെച്ചിട്ടാണ് ഞാൻ ദമ്മിട്ടെടുക്കാറ്. നമ്മളെ തലയ്ക്കൊക്കെ പോലുള്ള പാത്രം ഉണ്ടല്ലോ, നമ്മൾ ഫുഡ് കഴിക്കാൻ ഉപയോഗിക്കും, പക്ഷെ നല്ല വലുതായിരിക്കും. അപ്പോൾ അത് വെച്ച് നന്നായിട്ട് അമർത്തിയിട്ടാണ് ഞാൻ ദമ്മിട്ടെടുക്കാറുള്ളത്. അപ്പോൾ ഇവിടെ റൈസ് ഒരു 70% വെന്തോണ്ട് ഒരു 10 മിനിറ്റ് ദമ്മിടുന്നുള്ളൂ. നിങ്ങൾ റൈസ് 60% വെന്തെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് 70% റൈസ് കുക്കായിട്ട് എടുക്കുന്നതാണ് നല്ലത്. നമുക്കൊരു 10 മിനിറ്റ് ദമ്മിട്ടാൽ മതിയാവും. നമ്മൾ അഥവാ അറിയാതെ 60% വെന്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ ബിരിയാണി ദമ്മിടണം. അപ്പോൾ നമ്മൾ ദമ്മൊക്കെ പൊട്ടിച്ച് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി ഫിഷ് ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് ഈ മെത്തേഡ് ട്രൈ ചെയ്തപ്പോൾ ഫിഷ് ബിരിയാണി കുറച്ച് ടേസ്റ്റി ആയിട്ട് തോന്നി. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ അധികം മസാലകളൊന്നും ചേർക്കാതെ നമുക്ക് വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പീസിനും വ്ളോഗ്സിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.